ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഗവർണർ എം.വി. ഗോവിന്ദൻ. കേരളത്തിന്റെ പുതിയ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനോടൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചതെന്നും ഗവർണർ സംഘപരിവാർ ആശയം നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് നിലവിലുള്ള ഗവർണർ സ്വീകരിച്ചിട്ടുള്ളതെന്ന പരാതി കേരളത്തിനുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ മഹത്വവൽക്കരിക്കാൻ ചില മാധ്യമങ്ങളും ശ്രമിച്ചു. വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഗവർണറുടെ വീരേതിഹാസമായി പലരും കാണുന്നത്. ഇത് അങ്ങേയറ്റം ജനവിരുദ്ധ സമീപനമാണ്. കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും നോക്കാതെ ഭരണഘടനാപരമായാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു. BJP നാമനിർദ്ദേശം ചെയ്ത പുതിയ ഗവർണർ വരുന്നു. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു മുൻവിധിയോടെ ഒന്നും പറയുന്നില്ല. പുതിയ ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിച്ച് സർക്കാരുമായി ഒത്തുപോവുകയാണ് വേണ്ടതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. അതിനെ എതിർത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് ഗവർണറോട് CPMന് വിരോധം ഉണ്ടാവുക സ്വാഭാവികമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്തതാണ് CPMന്റെ വിരോധത്തിന് കാരണമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഏത് ഗവർണർ വന്നാലും CPM സർക്കാരിന് ഭരണഘടനാ വിരുദ്ധത നടത്താനാവില്ലെന്നും ഗവർണർ മാറിയതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് CPM കരുതരുതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു.